യേശുവേ ആരാധന, 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 സ്നേഹമേ സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന, ആബായേ ആബായേ ആരാധന, ആബായേ ആരാധന, ഞങ്ങളുടെ പൊന്നുപിതാവേ ആബായേ ആരാധന, പൊന്നുപിതാവേ മക്കൾ വിളിക്കുന്നു ആബായേ ആരാധന, ഒരിക്കൽ കൂടി ആബായേ ആബായേ ആരാധന, ആബായേ ആരാധന, മക്കളുടെ മേൽ ആബായേ അഭിഷേകം mighty power, ആബായേ ആരാധന, റൂഹായേ റൂഹായേ ആരാധന, പുത്രൻ പരിശുദ്ധാത്മാവേ, ആരാധന, പുത്രൻ പരിശുദ്ധാത്മാവേ, നമ്മുടെ മധ്യത്തിൽ ഗ്ലോറി ഗ്ലോറി, ഒരിക്കൽ കൂടി റൂഹായേ റൂഹായേ ആരാധന, റൂഹായേ ആരാധന, ഗ്ലോറി റൂഹായേ അഭിഷേകത്തിന്റെ പുതപ്പ് എല്ലാ മക്കളുടെ മേലും ആരാധന, ആഹാ ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ആഹാ ഹല്ലേലൂയ, സകല മക്കളും വലിയവനായ ദൈവത്തെ, ആരാധ്യനായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ, കരുണയായ ദൈവത്തെ, സ്നേഹമായ ദൈവത്തെ, വിടുവിക്കുന്ന ദൈവത്തെ, അത്ഭുതമന്ത്രിയാം ദൈവത്തെ, ശക്തനായ ദൈവം, ആമേൻ, ഗ്ലോറി ഹല്ലേലൂയ, 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 പെരുമഴ പെയ്യട്ടെ, പെരുമഴ പെയ്യട്ടെ, അഭിഷേകത്തിന്റെ പെരുമഴ, പെരുമഴ പെരുമഴ പെരുമഴ, ഈ ജ്വാലകൾ വന്ന് നിറയട്ടെ, അഗ്നിനാളങ്ങളായി കൊടുങ്കാറ്റിന്റെ ശക്തിയോട് ആത്മാവേ, പരിശുദ്ധാത്മാവേ, സഹിയോൻ ഊട്ടുശാലയിൽ 120 മക്കളുടെ മേൽ അഗ്നിനാളങ്ങളായി വന്നവനെ, ഈ സമൂഹത്തിന്റെ മേൽ അലിവുള്ളവനെ, ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേൽ കണ്ണുനീരോടെ നിന്റെ നാമം വിളിക്കുന്നവർ, തങ്ങളെ തന്നെ താഴ്ത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, പരിശുദ്ധാത്മാവിനായി കൊതിക്കുന്നു, ദാഹിക്കുന്നവർ, ദൈവാനുഭവം കൊതിക്കുന്നവർ, സകലരുടെ മേൽ സകലരുടെ മേൽ സകലരുടെ മേൽ സകലരുടെ മേൽ സകലരുടെ മേലും സകലരുടെ മേലും സകലരുടെ മേലും സകലരുടെ മേലും, കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ, യുവതി യുവാക്കന്മാരുടെ മേൽ, മധ്യവയസ്കരുടെ മേൽ, പ്രായം ചെന്ന അപ്പച്ചന്മാരുടെ മേൽ, അമ്മച്ചിമാരുടെ മേൽ, കിടപ്പ് രോഗികളുടെ മേൽ, വാർദ്ധക്യത്തിൽ മരണം കാത്തിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങണമേ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, തകർന്നവർ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഗ്ലോറി 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 ഗ്ലോറി. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വം. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ട മഹത്വം, 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടുകൂടിയ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മേഘമായി ഇറങ്ങി വരട്ടെ. മേഘമായി, മഹത്വത്തിന്റെ മേഘം, രൂപാന്തരമലി പത്രോസ് കണ്ട മഹത്വം, സൂര്യനേക്കാൾ വെണ്മയുള്ള വസ്ത്രത്തോടുകൂടി മോശയ്ക്കും ഏലിയായ്ക്കുമൊപ്പം പ്രകാശമായി നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മഹത്വം ഇവിടെ നിറയട്ടെ പിതാവേ. ഹല്ലേലൂയ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ സകല മക്കളുടെ മേലും അഭിഷേകത്തിന്റെ ശക്തി. Christianity is a relationship with God Almighty. വലിയവനായ ദൈവവുമായിട്ടുള്ള ആത്മബന്ധമാണ് ക്രിസ്തീയ ജീവിതം. അതിലുള്ള മുന്നോട്ടുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. ആത്മാവേ, അങ്ങേ കൂടാതെ ഒന്നും പറ്റില്ല. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി ഇസ്രായേൽ ജനത്തിന് വഴി നടത്തിയ വലിയവനായ ദൈവമേ, അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. We seek your face, not your hands. ഞങ്ങൾ അങ്ങയുടെ മുഖം തേടുന്നു. അപ്പാ, അവിടുത്തെ മുഖം കാണണം. ഞങ്ങൾക്ക് അപ്പനെ കാണണം, അപ്പന്റെ മുഖം കാണണം, അപ്പന്റെ മുഖം കാണണം. ഞങ്ങൾ വാശി പിടിക്കുകയാണ്, ഞങ്ങൾ ബലം പിടിക്കുകയാണ്. ഞങ്ങൾക്ക് അപ്പനെ കാണണം, അപ്പന്റെ ചൈതന്യം, അപ്പന്റെ അഭിഷേകം, അപ്പന്റെ സാന്നിധ്യം, അപ്പന്റെ സാന്നിധ്യം. ഗ്ലോറി 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 ഗ്ലോറി. മാലാഖമാരുടെ അകമ്പടിയോടെ, ദൂത സമൂഹത്തിന്റെ അകമ്പടിയോടെ അപ്പാ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് കണ്ണുനീര് തുടയ്ക്കണമേ, കണ്ണുനീര് തുടയ്ക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ, തകർന്നു പോയവരെ പുനരുദ്ധരിക്കണമേ, കടബാധ്യതക്കാരെ വിടുവിക്കണമേ. തകർന്നു പോയ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, കുടുംബം തകർന്നു പോയവർ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ, തകർന്ന വഴിയിൽ വീണ് കിടക്കുന്നവർ, പാപത്തിന്റെ പിടിയിലാകപ്പെട്ടവർ, സകലരുടെ മേലും സകലരുടെ മേലും സകലരുടെ മേലും സകലരുടെ മേലും സകലരുടെ മേലും mighty power, mighty power. സ്വർഗത്തിന്റെ ജീവൻ, സ്വർഗത്തിന്റെ സമ്പത്ത്, സ്വർഗത്തിന്റെ സമ്പത്ത്, സ്വർഗത്തിന്റെ സമ്പത്ത്, സ്വർഗത്തിന്റെ സമ്പത്ത് സകലരുടെ മേൽ വർഷിക്കപ്പെടട്ടെ പിതാവേ. അപ്പാ പിതാവേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകം നൽകണമേ, പുതിയ കൃപകൾ നൽകണമേ. ഉച്ചി മുതലുള്ള കാൽ വരെ നിറയപ്പെടട്ടെ. യെശയ്യാ 55:1 മുതൽ പിതാവായ ദൈവം അരുളി ചെയ്യുകയാണ്, ദാഹാർത്തരേ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, പാലും തേനും സൗജന്യമായി കുടിക്കട്ടെ. ദാഹാർത്തരേ, ദാഹിക്കുന്ന മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന മക്കളെ, യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. വിശുദ്ധർക്കല്ല ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്, വിശുദ്ധരാകാൻ വേണ്ടി പാപികളായ നമുക്ക് യേശുവിന്റെ നാമത്തിലാണ് ദൈവം ആത്മാവിനെ തരുന്നത്. യോഗ്യതയുള്ളവർക്കല്ല ദൈവം ആത്മാവിനെ തരുന്നത്, യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യരാക്കി മാറ്റുവാനാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തരുന്നത്. പരിശുദ്ധി നിറഞ്ഞവർക്കല്ല അവിടുന്ന് ആത്മാവിനെ തരുന്നത്, അശുദ്ധരായ നമ്മളെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കാനാണ് ആത്മാവ് തരുന്നത്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തിയുള്ളവർക്കല്ല ആത്മാവിനെ നൽകുന്നത്, ബലഹീനരെ ശക്തിപ്പെടുത്താൻ ശക്തനായ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഈ നിമിഷം സകല മക്കളുടെ മേലും സകല മക്കളുടെ മേലും പരിശുദ്ധാത്മാവെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുസഭയിൽ ഉണർത്തിക്കൊണ്ട്, എഴുന്നേൽപ്പിച്ചുകൊണ്ട്, ബലപ്പെടുത്തിക്കൊണ്ട്, പത്രോസിനെയും കൂട്ടുകാരെയും പരിശുദ്ധമ്മയോടൊപ്പം അഗ്നിയാൽ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചു നിർത്തി, ബലപ്പെടുത്തി, സ്വർഗത്തിന്റെ അംബാസഡർമാരാക്കി എഴുന്നേൽപ്പിച്ചു നിർത്തി, ശിരസ് മുതൽ പാദം വരെ കത്തിച്ച പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. mighty power, mighty power, mighty power, mighty power, mighty power. ആണിപ്പാടുള്ള കരങ്ങളിൽ നിന്ന് അഗ്നി ഇറങ്ങി വരട്ടെ, ആണിപ്പാടുള്ള കരങ്ങളിൽ നിന്ന് സ്വർഗത്തിന്റെ പവർ, അഗ്നി, സ്നേഹാഗ്നി, 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 സ്നേഹാഗ്നി. അപ്പാ, അപ്പാ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നതിന് നന്ദി, ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതിന് നന്ദി, ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് മക്കളെ മാറോട് ചേർത്ത് പിടിക്കുന്നതിന് നന്ദി, കെട്ടിപ്പിടിക്കുന്നതിന് നന്ദി, ഉമ്മ കൊടുക്കുന്നതിന് നന്ദി, ചുംബിക്കുന്നതിന് നന്ദി, കണ്ണുനീര് തുടയ്ക്കുന്നതിന് നന്ദി, ബലം കൊടുക്കുന്നതിന് നന്ദി, തോളിലെടുക്കുന്നതിന് നന്ദി, അഭിഷേകം ചെയ്യുന്നതിന് നന്ദി പിതാവേ. അപ്പാ
അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലപ്പാ. ഞങ്ങള് മണ്ണല്ലേ അപ്പാ, ഞങ്ങള് പൊടിയല്ലേ അപ്പാ. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട ഞങ്ങള് എവിടെയെങ്കിലും തട്ടിയാ പൊട്ടിപ്പോകുന്നപ്പാ. ഏതെങ്കിലും കല്ലിൽ തട്ടിയാൽ ഈ മൺരൂപം ചെതറി വീഴുകയാണ്. പിതാവേ, അത്രയ്ക്ക് ബലമില്ല. അവിടുന്ന് ഞങ്ങളുടെ മേൽ ഊതണമേ. ആദത്തിന്റെ മേൽ ആദത്തെ മാറോട് ചേർത്ത് പിടിച്ചൂതിയ ആ ശ്വാസം എല്ലാ മക്കളുടെ മേൽ ഊതണമേ. മൈറ്റി പവർ, breath of God, life of God, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. അപ്പാ, അപ്പന്റെ ശ്വാസം, അപ്പന്റെ ജീവൻ, അപ്പന്റെ ശ്വാസം, അപ്പന്റെ സമ്പത്ത്, അപ്പന്റെ സ്നേഹം. ഞങ്ങൾക്ക് അപ്പനെ മതി. അപ്പന്റെ അനുഗ്രഹങ്ങളെക്കാളും ഞങ്ങൾക്ക് അപ്പനെ വേണമപ്പാ. അപ്പാ, അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല. അപ്പാ, അപ്പന് വേണ്ടി, അപ്പാ, അപ്പാ, അപ്പന് വേണ്ടി, അപ്പന് വേണ്ടി ഞങ്ങൾക്ക് അപ്പനെ കാണണം. ഞങ്ങൾക്ക് അപ്പനെ അനുഭവിക്കണം. We are hungry for you. We are thirsty for you, Daddy. Daddy, അപ്പാ, അപ്പാ, സ്തോത്രം. യേശുവിനെ തന്നെ അപ്പാ. യേശുവിനെ ഗാഗുൽത്താ മലയിലേക്ക് ഞങ്ങൾക്ക് പകരം വലിച്ചെറിഞ്ഞു കളഞ്ഞ അപ്പാ. ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കളഞ്ഞ അപ്പാ. ഞങ്ങൾക്ക് ആ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ പുത്രന്റെ മേൽ ഞങ്ങളുടെ പാപത്തിന്റെ ഭാരം വച്ചു കൊടുത്തല്ലോ. ഞങ്ങളെ വെറുതെ വിട്ടല്ലോ, ഞങ്ങളെ വെറുതെ വിട്ടല്ലോ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. എന്റെ പുത്രന്റെ മേൽ ശിക്ഷ വച്ചു കൊടുത്തിരിക്കുന്നു. പിതാവേ, അവിടുത്തെ വലിയ സ്നേഹം, ഞങ്ങൾക്ക് പകരം പുത്രനെ തന്ന സ്നേഹം. അപ്പാ, ഞങ്ങൾ വീണു പോകുമെന്നറിഞ്ഞിട്ട് അവിടുത്തെ പൊന്നു പരിശുദ്ധാത്മാ അയച്ചു സ്നേഹം. താങ്ക് യു ഡാഡി, താങ്ക് യു ഡാഡി, താങ്ക് യു ഡാഡി. ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അപ്പന്റെ സ്പർശനം കടന്നു വരണമേ. അപ്പനുണ്ടെന്ന് അറിയട്ടെ അപ്പ. സകലരും അപ്പനെ അറിയണം, സകലരും ഈശോയുടെ സ്നേഹം അറിയണം. അപ്പൻ പുത്രനെ അയച്ചെന്ന് എല്ലാവരും അറിയട്ടെ. എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു വന്നു, കുരിശിൽ മരിച്ചെന്ന് അറിയട്ടെ. സകല ജനത്തെ രക്ഷിക്കാൻ ദൈവം വന്നെന്ന് അറിയട്ടെ. പാപികളെ സ്നേഹിച്ചിട്ട് പാപത്തെ വെറുക്കുന്ന ദൈവം, കുഞ്ഞിന്റെ ക്യാൻസർ രോഗത്തെ വെറുക്കുന്ന അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെ പാപിയുടെ പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ മാറോട് ചേർത്ത് പിടിക്കും. അപ്പാ, സ്തോത്രം. അപ്പന്റെ മഹത്വം. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ സ്തോത്രം. അപ്പാ, നീ മാത്രമുള്ളൂ പിതാവേ. ഞങ്ങളുടെ മക്കളല്ലേ, ഞങ്ങളുടെ പൊന്നു മക്കളല്ലേ അപ്പാ. ഓരോ മകനെ മകളെ തൊടണേ. നീ മാത്രമുള്ളൂ പിതാവേ. തകർന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ടു അപ്പാ. അപ്പാ, സ്തോത്രം. കണ്ണീർ തുടയ്ക്കാൻ Thank you, Jesus. മാറോടു ചേർക്കാൻ Glory to God. നീ മാത്രമുള്ളൂ പിതാവേ. തൂർത്ത പുത്രനെ കെട്ടിപ്പിടിച്ചപ്പാ. കണ്ണീർ തുടയ്ക്കാൻ തിരികെ കൊടുത്തപ്പാ. മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. ആബാ പിതാവേ പാടാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ചേർന്ന് പാടാം ദൈവമക്കളെ. ആബാ പിതാവേ, Daddy, ആബാ പിതാവേ, Daddy, we love you, worship you. ആബാ പിതാവേ, പിതാവേ. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി മക്കളെ. ആബാ പിതാവേ, സ്തോത്രം.
ആബാ പിതാവേ ആബാ പിതാവേ പിതാവേ. കരുണയുള്ള പിതാവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ. സീനായ് മലയിൽ ഇറങ്ങി വന്ന പിതാവ് നമ്മോടുകൂടെ. ഹോറേബിന്റെ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് കത്തുന്ന അഗ്നിയുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട പിതാവ് നമ്മോടുകൂടെ. സോളമൻ ആലയത്തിൽ ആരാധന നടത്തിയപ്പോൾ മേഘമായി ഇറങ്ങി വന്ന പിതാവ് നമ്മോടുകൂടെ. നമ്മൾ ആരാധിക്കുന്നത് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവത്തെയാണ്. അവിടെ നമ്മുടെ അപ്പനാണ്. യേശു പറഞ്ഞു, ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാളും ദൈവത്തിന് ഇഷ്ടം അപ്പാ എന്ന് വിളിക്കുന്ന, ചാച്ച എന്ന് വിളിക്കുന്ന, ഡാഡി എന്ന് വിളിക്കുന്ന. നമ്മൾ അപ്പനെ വിളിച്ചു, അപ്പൻ ഇറങ്ങി വരികയും ചെയ്തു. അപ്പൻ നമ്മുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ വചനം ഇവിടെ നിറവേറുകയാണ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. ജീസസ്, 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 we love you. We give you praise. 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 ഉയർത്തെഴുന്നേറ്റ് അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ വന്നു. മാലാഖമാരുടെ അകമ്പടിയോടെ, ദൂത സമൂഹത്തിന്റെ അകമ്പടിയോടെ അവിടെ നിതായി ഓഡിറ്റോറിയത്തിന്റെ മധ്യത്തിലായി വന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, കണ്ണുനീര് തുടയ്ക്കാൻ, വഴി തുറക്കാൻ, എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ വഴിയായി വന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. സകല വാതിലും അടയുമ്പോൾ വാതിലായി വന്ന് ഞങ്ങളെ കയറ്റിവിടാൻ, ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ജീവനായി വന്ന് ഞങ്ങളെ പൊക്കിയെടുക്കാം. ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ സൗഖ്യമായി കടന്നു വരും. ഞങ്ങൾ ഇരുട്ടിലാകുമ്പോൾ വെളിച്ചമായി കടന്നു വരും. ഞങ്ങൾ തളരുമ്പോൾ അപ്പമായി കടന്നു വരും. ഞങ്ങൾക്ക് വഴിതെറ്റുമ്പോൾ ഇടയനായി കടന്നു വരും. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ അങ്ങേക്ക് മഹത്വം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് സ്തുതി കൊടുക്കാം. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ അഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശാലോം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ്, അഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദാവീദ് എഴുതി വയ്ക്കുകയാണ്, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധമായ അഭിഷേകം, അമൂല്യമായ അഭിഷേകം, വില കൊടുത്തു വാങ്ങാൻ പറ്റാത്ത അഭിഷേകം, അയോഗ്യത നോക്കാതെ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ, വിവരിക്കാൻ നമുക്ക് വാക്കുകളില്ല ആ അഭിഷേകത്തിൻ്റെ മൂല്യം. ദൈവം അത് നമുക്ക് തരികയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ആരായിരുന്നാലും, യേശു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും തന്നെ നീതീകരിക്കാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തികൾ ആരായിരുന്നാലും, ഏത് ജനതയിൽപ്പെട്ടവനായിരുന്നാലും, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്ന വ്യക്തിക്ക് സ്വർഗത്തിലെ പിതാവ് കൊടുക്കുന്ന അമൂല്യമായ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. 3 വർഷക്കാലം അവിടെ നിന്ന് ശിഷ്യന്മാരോട് കൂടെ നടന്നു. ഒരു പാത്രത്തിൽ നിന്ന് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ആഹാരം കഴിച്ചു. ഒരേ മരത്തണൽ കിടന്നുറങ്ങി. ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം അവർ യേശുവിനോട് കൂടെ ആയിരുന്നു. കടലിന്റെ മുകളിൽ കൂടി പത്രോസ് നടക്കുന്ന അനുഭവവും ഇതിൻ്റെ ഇടയ്ക്കുണ്ടായി. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്ന അനുഭവവും ബാക്കി വന്നതെല്ലാം കുട്ടകളിൽ ചുമന്ന അനുഭവം ഒക്കെ അപ്പോസ്തലന്മാർക്കുണ്ടായി. ചീഞ്ഞളിഞ്ഞ ലാസറിനെ 4-ാം ദിവസം യേശു കല്ലറയിൽ നിന്നും ഉയർപ്പിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരും കൂടെ നിൽപ്പുണ്ട്. രൂപാന്തര മലയിൽ കർത്താവിൻ്റെ മഹത്വം അവർ കണ്ടു. ഈ കർത്താവ് അവരിൽ നിന്നും വേർപിരിയാൻ പോവുകയാണ്.
അപ്പനും അമ്മയും പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് അപ്പോസ്തലന്മാർ കടന്നു വരികയാണ്. അനാഥരായി പോകുന്ന അവസ്ഥ, ആരുമില്ലാത്ത അവസ്ഥ. 3 വർഷക്കാലത്തെ സന്തോഷമൊക്കെ പെട്ടെന്ന് പോയി മറയുന്നു. 3 വർഷക്കാലത്തെ ആനന്ദം, ദൈവം കൂടെ നടന്ന അനുഭവം, ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ച് നടന്ന അനുഭവം, ദൈവത്തിൻ്റെ മാറോട് ചേർന്നിരുന്ന അനുഭവം, ദൈവം വഴി തുറന്ന അനുഭവം, ദൈവം ആശ്വസിപ്പിച്ച അനുഭവം, ബലപ്പെടുത്തിയ അനുഭവം, കണ്ണുനീര് തുടച്ച അനുഭവം, സകലതും തീരുകയാണ്. പെട്ടെന്ന് അനാഥരായി പോകുന്ന ഒരു അനുഭവം അപ്പോസ്തലന്മാർക്കുണ്ടായി. യോഹന്നാൻ 14:18 അവരുടെ ദുഃഖം കണ്ട യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണുക തന്നെ ചെയ്യും. ലോകം എന്നെ കാണുകയില്ല. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലോകത്തിന് രുചിച്ചറിയാൻ സാധ്യമല്ല. ലോകരാജ്യത്തിലുള്ള വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവരാജ്യത്തിലുള്ള വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുവാൻ സാധിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവം അദൃശ്യനാണ്. ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. നമുക്കറിയാം ചൂടിനെ കാണാൻ പറ്റുകയില്ല, തണുപ്പിനെ കാണാൻ പറ്റുകയില്ല, ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റുകയില്ല, കാറ്റിനെ കാണാൻ പറ്റുകയില്ല. പക്ഷെ കാണാൻ പറ്റുകയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഇതിനെ അനുഭവിക്കാൻ പറ്റുകയില്ല എന്നതിനർത്ഥമില്ല. കാറ്റിനെ കാണാൻ പറ്റില്ല എങ്കിലും അനുഭവിക്കാം, ചൂടിനെ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് അനുഭവിക്കാം, തണുപ്പും അതുപോലെ തന്നെ. ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ദൈവത്തെ അനുഭവിക്കാൻ പറ്റുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ശക്തമായി ഇറങ്ങി വരുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ ഊട്ടുശാലയിൽ സമ്മേളിച്ചിരുന്ന 120 വ്യക്തികളുടെ മേൽ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ജീവിതത്തിലെ തെറ്റുകൾ 10 ദിവസം കൊണ്ട് തിരുത്തുകയും മാപ്പപേക്ഷിക്കുകയും ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്ത 120 പേരുടെ മേൽ അഗ്നിയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അനുഭവം കൊടുത്ത പരിശുദ്ധാത്മാവ്, കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ കടന്നു വന്ന പരിശുദ്ധാത്മാവ് അവർക്ക് വലിയൊരു ദൈവാനുഭവം നൽകി. യേശു മനുഷ്യരൂപത്തിൽ കൂടെയില്ലെങ്കിൽ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ മറ്റൊരു രൂപത്തിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അല്ലോസ് പാരക്ലീറ്റോസ് എന്ന് പറയുന്ന വാക്കാണ് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 തരം വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹെട്രോ പാരക്ലിറ്റോസ്, അല്ലോസ് പാരക്ലിറ്റോസ്. ഈ അല്ലോസ് പാരക്ലിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു സഹായകൻ, എന്നെപ്പോലെ, എക്സാക്ട്ലി ലൈക്ക് മീ. യേശു പറയാണ്, ഞാൻ പോകുന്നെന്ന് വിചാരിച്ച് എന്നേക്കാൾ ഗ്രേഡ് കുറഞ്ഞ ഒരാളല്ല വരാൻ പോകുന്നത്, എന്നേക്കാൾ സ്നേഹം കുറഞ്ഞ ഒരാളല്ല വരാൻ പോകുന്നത്, എന്നേക്കാൾ ആർദ്രത കുറഞ്ഞ ഒരാളല്ല വരാൻ പോകുന്നത്. എക്സാക്ട്ലി ലൈക്ക് മീ, എന്നെപ്പോലെ ഇരിക്കുന്ന അല്ലോസ് പാരക്ലിറ്റോസ്, എന്നെപ്പോലെ ഇരിക്കുന്ന മറ്റൊരു സഹായകൻ. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ തന്നെയാണ് സ്വഭാവം, എന്നെപ്പോലെ തന്നെയാണ് ശക്തി. അരൂപിയായി അവിടെ നിന്ന് കടന്നു വരും. നിങ്ങൾക്കറിയാം, യേശു ജെറുസലേമിലായിരുന്നപ്പോൾ യൂദയായിലെ ജനങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുമായിരുന്നില്ല. യേശു യൂദയായിലായിരുന്നപ്പോൾ ഇന്ത്യക്കാർക്ക് യേശുവിനെ കാണാൻ പറ്റുമായിരുന്നില്ല. യേശു സമറിയായിലാണെങ്കിൽ അമേരിക്കയിലുള്ളവർക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. ഈ പ്രോബ്ലം കർത്താവ് പരിഹരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഈ ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് സകല ജനങ്ങൾക്കും, 650 കോടി ജനങ്ങൾക്കും ഒരേ സമയം ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എന്നെ അനുഭവിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ മറ്റൊരു രൂപത്തിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ ഞാൻ ഇറങ്ങി വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയാണ്. ഈ സമയത്ത് അവിടെ രാത്രി പ്രാർത്ഥന നടത്തുന്ന, അവിടെ ഇരുന്ന് ഏതെങ്കിലും ഗ്രൂപ്പിലോ പള്ളിയിലോ ധ്യാനകേന്ദ്രത്തിലോ എവിടെയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുറിയിലോ ആരാധിക്കുന്ന വ്യക്തിക്കും നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ്. നമുക്കുള്ളത് പോലെ തന്നെ യേശുവിനെ തൊടാൻ സാധിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വൈകുന്നേരമായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവിടെയും പ്രശ്നമൊന്നുമില്ല. ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഏതാണ്ട് സന്ധ്യ അടുപ്പിച്ച് വരികയാണ്, അവിടെയും പ്രശ്നമൊന്നുമില്ല. കാലം ഏതായാലും സമയം ഏതായാലും രാത്രിയോ പകലോ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ ഇതാ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. നമ്മൾ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ! കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്ദിയോടെ സ്തുതിക്കാം. ദൈവം പരിശുദ്ധാത്മാവിനെ തന്ന വലിയ സ്നേഹത്തെയോർത്ത്, പിതാവിൻ്റെ സ്നേഹത്തെയോർത്ത്, പാപികളെ സ്നേഹിച്ച വലിയ സ്നേഹത്തെയോർത്ത്, അപ്പാ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗകൻ 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ, അതായത് വെണ്മയുള്ളതായിരിക്കട്ടെ, വെളുത്തതായിരിക്കട്ടെ. നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്. 2 കൽപ്പന ദൈവം നമുക്ക് തരികയാണ്. 1, നിന്റെ വസ്ത്രം എപ്പോഴും വെളുത്തതായിരിക്കണം. 2, നിന്റെ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്. 2നും ആത്മീയ അർത്ഥമാണുള്ളത്. 1, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകരുത്. 2, നമ്മുടെ അഭിഷേകം കുറയരുത്. 2ഉം ശ്രദ്ധിക്കണമെന്ന് ദൈവം പറയുകയാണ്. കാരണം 2ഉം തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വസ്ത്രം വെണ്മയുള്ളതാണെങ്കിൽ മാത്രമേ, നമ്മുടെ ജീവിതം വിശുദ്ധി നിറഞ്ഞതാണെങ്കിൽ മാത്രമേ അഭിഷേകത്തിൽ നിലനിൽപ്പുള്ളൂ, അഭിഷേകത്തിന് വർധനയുള്ളൂ, അഭിഷേകം നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധിക്കൂ. കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ദൈവം പറയാണ്, നിന്റെ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്, നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുറയരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. പുറപ്പാട് 30:25 പറയുന്നു, അത് വിശുദ്ധമായ ഒരു അഭിഷേക തൈലമായിരിക്കും. ഞാൻ പത്രോസിനെയും കൂട്ടുകാരെയും പറ്റി എപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. കാരണം അവർ വളരെ ഭാഗ്യമുള്ളവരാണ്. ഈ ഭൂമി കണ്ട ഏറ്റവും അഭിഷേകമുള്ള ഗുരുവിനെ അവർക്ക് കിട്ടി. ഈ ഭൂമി കണ്ട ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ ഗുരുവിനെ അവർക്ക് കിട്ടി. ഈ ഭൂമി കണ്ട ഏറ്റവും ദൈവശക്തിയും സ്നേഹവും നിറഞ്ഞ ഒരു ഗുരുവിനെയാണ് അവർക്ക് കിട്ടിയത്. 3 വർഷക്കാലം ഈ ഗുരുവിൻ്റെ പാദത്തെങ്കിലിരുന്ന് പഠിച്ചു, പ്രാക്ടിക്കൽ അനുഭവങ്ങൾ കൊടുത്തു, പഠിപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കി കാണിച്ചു, പറഞ്ഞതനുസരിച്ച് ജീവിച്ച് കാണിച്ച മഹാനായ ഗുരു. പക്ഷേ 3.5 വർഷക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷവും ഇത്രയും മതി, നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾ പോയി ദൈവരാജ്യം പണിയുക എന്ന് യേശു പറഞ്ഞില്ല. യേശുവിന് അറിയാമായിരുന്നു, പഠനം കൊണ്ട് മാത്രം, അറിവ് കൊണ്ട് മാത്രം പിശാചിനെതിരെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല, അന്ധകാരത്തെ കീറിമുറിക്കാൻ സാധ്യമല്ല. 3.5 വർഷക്കാലം കർത്താവ് നേരിട്ട് പഠിപ്പിച്ചതിന് ശേഷവും കർത്താവ് അവരോട് ലൂക്കാ 24:49 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ മാറോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, മക്കളെ, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പ്രതിനിധികളായി വിശുദ്ധിയിലും ശക്തിയിലും ജീവിക്കാൻ സാധ്യമല്ല. പഠിപ്പിച്ച കാര്യങ്ങൾ, തലമണ്ടയിലിരിക്കുന്ന ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മാംസം ധരിപ്പിക്കണമെങ്കിൽ, അനുസരിക്കാനുള്ള ശക്തി കിട്ടണമെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെത്താൻ സാധ്യമല്ല. അതിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.